ഹലോ ഗൈസ്, എല്ലാവർക്കും ലാവണ്ടർ അക്വ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗപ്പീസിനെ എങ്ങനെ സെയിൽ ചെയ്യാം. അതായത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതാണ് ഗപ്പീസിനെ സെയിൽ ചെയ്യുക എന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ അലങ്കാര മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ ഗപ്പീസിനെ എങ്ങനെ സെയിൽ ചെയ്യാം, എങ്ങനെ കൂടുതൽ ആൾക്കാരുടെ ഇടയിലോട്ട് നമ്മുടെ ഫിഷിനെ എത്തിക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ പൊതുവായിട്ട് ചെയ്യുന്ന കാര്യമാണ്, ആദ്യമേ തന്നെ ഒരു പെയർ ഗപ്പീസിനെ വാങ്ങും. ചിലപ്പോൾ അതൊരു 200 രൂപ റേഞ്ചിലായിരിക്കുള്ള ഗപ്പീസായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് അതുകൊണ്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് അതിൻ്റെ കുട്ടികളേക്കൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് വളർത്തി സൈസ് ആകുമ്പോഴേക്കും പക്ഷേ അത് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾ 200 രൂപയ്ക്ക് വാങ്ങിച്ച ഗപ്പീസ് ചിലപ്പോൾ നിങ്ങൾക്കൊരു 150-നോ 100-ന് പോലും സെയിലാവില്ലായിരിക്കും. പക്ഷേ നിങ്ങളത് അവിടെ ഇട്ടിരുന്ന് നിങ്ങളെന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ബാച്ച് ചിലപ്പോൾ ഒരു 5 പേർ 6 പേരൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു 200-ന് വാങ്ങിച്ചത് അതൊരു 250-300 രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളെ കൊണ്ട് അത് പറ്റൂല. നിങ്ങളൊരു ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പോഴേക്ക് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഷോപ്പിലോട്ട് കൊടുക്കും. അപ്പോൾ ഷോപ്പിലോട്ട് ഒരു അക്വേറിയം ഷോപ്പിൽ ഗപ്പീസൊക്കെ എടുക്കുന്ന റേറ്റ് ഒരു 30-40 രൂപ റേഞ്ചിലായിരിക്കും അവർ ഗപ്പീസൊക്കെ എടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 5 പേരൊക്കെ ആയിരിക്കും ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആ 5 പേർ കടയിലോട്ട് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ വാങ്ങിച്ച പൈസ പോലും മുതലാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നത്. അത് അപ്പോഴത്തെ നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണ്, നിങ്ങൾക്ക് ഗപ്പീസൊന്നും സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു പേർ ഗപ്പീസ് അല്ല എടുക്കുന്നത്. ആദ്യമേ തന്നെ ഒരു 5 പേർ ഗപ്പീസ് എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു 100 പേർ 200 പേർ എന്ന രീതിക്ക് അങ്ങനെയുള്ള ഗപ്പീസ് സെറ്റ് ചെയ്യുക. ഒരു 1000 പേർ അങ്ങനെ കുറച്ച് ബൾക്കായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റിംഗ് രീതി ഒന്ന് അറിഞ്ഞു വരാനായിട്ടാണ് ഒരു ബൾക്ക് ബ്രീഡിങ് എന്ന രീതിക്ക് ആദ്യമായിട്ട് ചെയ്തു വരിക. എന്നിട്ട് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊടുക്കുക. ഒരു 1000 പേരൊക്കെ ഒരു 30 രൂപ വെച്ച് എടുക്കുമ്പോഴേക്കും എങ്ങനെ വന്നാലും 30,000 രൂപ സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള രീതിക്ക് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊടുത്ത് പതുക്കെ സെയിൽ പിടിച്ചു വരിക. എന്നിട്ട് പതിയെ റീറ്റെയിൽ മാർക്കറ്റിലോട്ട് കിടക്കുക. റീറ്റെയിൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ റീറ്റെയിലായിട്ട് നമുക്കിപ്പം ഒരു പേർ ഇപ്പോൾ ഒരു 200-ന് എടുത്ത ഗപ്പീസ് ആണെങ്കിൽ അത് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ ഒരു 150-ഉം ഒരു 100 രൂപ റേഞ്ചിലെങ്കിലും സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യാൻ പറ്റും. ആദ്യ കാലങ്ങളിൽ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള യൂട്യൂബ് എന്നിവ പോലെയുള്ള സോഷ്യൽ മീഡിയ വഴി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പതിയെ നമ്മൾ അങ്ങനെ അറിഞ്ഞ് എപ്പോഴും നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഒരു മാർക്കറ്റിംഗ് രീതി അനുസരിച്ച് വേണം നമ്മൾ ഗപ്പീസിനെയൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗപ്പീസിനെയൊക്കെ വളർത്തി അതിനെ സെയിൽ ചെയ്ത് അതിൽ നിന്ന് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റിംഗ് രീതികൾ ആദ്യം നോക്കിയതിന് ശേഷം കൂടുതൽ വെറൈറ്റി ഗപ്പീസിനെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആദ്യമേ തന്നെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നൊരു മണ്ടത്തനമാണ്, ആദ്യമേ തന്നെ ഒരു 30-40 വെറൈറ്റി ഗപ്പീസിനെടുത്ത് സെറ്റ് ചെയ്യും. അതും ഓരോ പെയർ വെച്ചായിരിക്കും അവർ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ എടുത്ത വില ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നല്ല ഒരു 100-ഉം അതിൻ്റെ മുകളിലോട്ടുള്ള റേഞ്ചിലുള്ള ഗപ്പീസൊക്കെ ഓരോ പെയർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അത് പിന്നെ സെയിലിന് സൈസാവും. ആ സമയത്തായിരിക്കും അവർക്ക് കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റിംഗ് രീതികൾ അറിഞ്ഞിട്ട് വേണം കൂടുതൽ വെറൈറ്റി ഗപ്പീസിനെ എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഷോപ്പായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ വന്നാൽ അങ്ങനെ ഗപ്പീസിനെ വാങ്ങുന്നതായിക്കോട്ടെ, അങ്ങനെയായിരുന്നാലും അങ്ങനെ പതിയെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം കൂടുതൽ വെറൈറ്റി എടുക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പതിയെ സോഷ്യൽ മീഡിയ വരുമ്പോഴേക്കും നല്ല പബ്ലിസിറ്റി ആകുമ്പോഴേക്കും നമ്മുടെ ഈ റീറ്റെയിൽ മാർക്കറ്റിംഗ്, അതായത് 200 ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞല്ലോ 200-ന് വാങ്ങിച്ച ഗപ്പി ഒരു 150-ഓ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള റേഞ്ചിൽ
വിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.